നമസ്കാരം, ന്യൂ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 1. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാനായി കുരുന്നുങ്ങൾ പുത്തനുടുപ്പിട്ട പുതിയ സ്കൂൾ ബാഗും പുതിയ കുടയും ചൂടി വീണ്ടും സ്കൂളിലേക്ക് എത്തുന്നു. കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം ടൗൺ UPSൽ വെച്ച് നടന്നു. PTA പ്രസിഡന്റ് ഹരീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിന് സ്കൂൾ പ്രധാന അധ്യാപകൻ രഞ്ജിത്ത് സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സേനിബ ബീവി ഉദ്ഘാടനം നിർവഹിക്കുകയും വൈസ് പ്രസിഡന്റ് സാബു അബ്രഹാം മുഖ്യ പ്രഭാഷണവും നടത്തി. പഞ്ചായത്തിന്റെ പ്രവേശനോത്സവം നമ്മുടെ കുളത്തൂപ്പുഴ ഗവൺമെന്റ് UPSൽ വെച്ച് നടത്താൻ നമ്മൾ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ വേറെ പല സ്കൂളുകളിലും പ്രധാന അധ്യാപകർ അവിടെ സ്കൂളിൽ വെച്ച് നടത്തണമെന്ന് ആവശ്യപ്പെടുകയും എന്നാൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ടൗണിലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട സ്കൂളാണ് ഇവിടെ വെച്ച് തന്നെ നടത്തണം എന്ന് തീരുമാനിക്കുകയായിരുന്നു. രഞ്ജി സാറും അതിന് തയ്യാറായതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ ഈ പ്രവേശനോത്സവം നടത്താൻ തീരുമാനിച്ചത്. സംസാരിക്കുന്ന കുട്ടികൾക്ക് പ്രഥമൻ തരില്ല. പ്രഥമൻ ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുക. സംസാരിക്കാതിരുന്നാൽ മാത്രമേ എന്ത് തരത്തുള്ളൂ? എന്താ വേണം? പൈസ. പ്രഥമം വേണോ? വേണോ? പ്രഥമം വേണ്ടിയത് കൈമുക്കി. പ്രഥമം വേണ്ടിയത് ഇത്രയും പേരേ ഉള്ളൂ. അത്രയും പേര് മിണ്ടാതിരിക്കണം. കൈ പൊക്കാത്തവർക്ക് പ്രഥമനില്ല, പൈസ തരത്തില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കും. ബഹുമാനപ്പെട്ട പ്രസിഡന്റിനോട് പറഞ്ഞ് ഞാനിപ്പോ 2 കാര്യം ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, നമ്മുടെ പ്രവേശനോത്സവം. മറ്റൊന്ന്, ഈ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം. അതിലാദ്യം പ്രവേശനോത്സവത്തെ സംബന്ധിച്ച് ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഇതേ സമയത്ത് പ്രവേശനോത്സവം അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കാൻ നമ്മുടെ പുതിയ കൂട്ടുകാരും കൂട്ടുകാരികളും സ്കൂളിലേക്ക് കടന്നു വരുന്നു. ഇവിടെ പഠിച്ചുകൊണ്ടിരുന്നവർ വിദ്യാലയത്തിന്റെ അടുത്ത പടി കടക്കുകയാണ്. ഇവിടെ പുതിയ ഗവൺമെന്റ് ഒരു പുതിയ കാഴ്ചപ്പാട് മുന്നോട്ട് പോവുകയാണ്. പുതുയുഗ വിദ്യാഭ്യാസം. നമ്മുടെ പരമ്പരാഗതമായ വിദ്യാഭ്യാസ രീതിക്ക് ഒരു അവധി കൊടുക്കുകയാണ്. പുതിയ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് പുതിയൊരു വിദ്യാഭ്യാസ നയമാണ്. അതാണ് പുതുയുഗ വിദ്യാഭ്യാസം. എന്താണ് അതിന്റെ കാരണം? നമുക്കറിയാം, പണ്ട് നമ്മൾ പറയുന്നതാണ്, അച്ഛനമ്മമാരെ നോക്കി ആര് പഠിക്കണം എന്നാണ്? കുട്ടികൾ പഠിക്കണം. നമ്മളെല്ലാം പറയും, നിന്റെ അച്ഛനെ കണ്ടു പഠി, അല്ലെ അമ്മയെ കൊണ്ട് പഠി എന്ന് പറയുന്ന രക്ഷകർത്താക്കളായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പൊ എന്താണ് സ്ഥിതി? മക്കളെ കണ്ട് അച്ഛനമ്മമാർ പഠിച്ചോണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ലോകം മാറി. ടൗൺ വാർഡ് മെമ്പർ ഷബ്ന അൻവർ, മടത്തിക്കോണം വാർഡ് മെമ്പർ AS നിസാം, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വിഷ്ണു, SRG കൺവീനർ സലീന എന്നിവർ കുരുന്നുകൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ഡൈനിങ് ഹാളിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തി. സ്കൂളിൽ 14 വർഷത്തെ സേവനം കഴിഞ്ഞ് ചോഴിയക്കോട് LPSലേക്ക് പ്രധാന അധ്യാപികയായി പ്രൊമോഷൻ കിട്ടിപ്പോകുന്ന മിത്ര ടീച്ചറിനെ ആദരിക്കുകയും പുതിയ അഡ്മിഷൻ എടുത്ത കുരുന്നുകൾക്ക് സമ്മാന പൊതികളും പായസ വിതരണവും നടത്തി. ന്യൂ ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ശരത്ത്, കുളത്തൂപ്പുഴ.